ഗുരുവായൂരാണെന്നുള്ളത് കൊണ്ട് ഗുരുവായൂർ ആനക്കോട്ട എന്നുള്ള ആനപ്പിണ്ടം നമ്മൾ കുന്നംകുളം നഗരസഭ വാങ്ങിച്ച് എടുത്തുകൊണ്ട് ആനപ്പിണ്ടത്തെ ഇതിൻ്റെ ഇനാക്കുലമാക്കി മാറ്റി ആനപ്പിണ്ടത്തിൻ്റെ ആ ഇനാക്കുലത്തിന് ഉപയോഗിച്ച് ബാക്കിയുള്ള ഫൈബർ നമ്മൾ പുസ്തകം ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പേപ്പർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ടെക്നോളജി IRTCയുമായിട്ട് സംസാരിച്ചിട്ടുണ്ട്. കേരള സർക്കാരിൻ്റെ സമ്പൂർണ്ണ ഭവന നിർമ്മാണം പദ്ധതി എന്ന ലക്ഷ്യം കേരളത്തിൽ ആദ്യമായി കുന്നംകുളം നഗരസഭ 2008-09 വർഷത്തിൽ തന്നെ ആരംഭിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഏതാണ്ട് 350 വീടുകൾക്ക് ആദ്യത്തെ 2008-09 നമ്മൾ ആരംഭിച്ചു. ഈ വർഷത്തോടു കൂടി ഏതാണ്ട് 600ഓളം കുടുംബങ്ങൾ കൂടി കൊടുത്തുകൊണ്ട് സമ്പൂർണ്ണ പാർപ്പിടം എന്ന ലക്ഷ്യം ഈ വർഷത്തോടു കൂടി നമ്മൾ സാക്ഷാത്കരിക്കാൻ പോവുകയാണ്. കോൾപ്പാടങ്ങളിലെ സ്വപ്നങ്ങളിൽ വീണ്ടും സ്വർണ്ണവർണ്ണം നിറയുന്നു. കുന്നംകുളം മുനിസിപ്പാലിറ്റിയുടെ സാമ്പത്തിക സ്ഥിതി നോക്കുമ്പോൾ വളരെ നല്ലൊരു സാമ്പത്തിക സ്ഥിതിയാണ്. പ്രത്യേകിച്ച് 57,000 ജനങ്ങൾ മാത്രം താമസിക്കുന്ന ഈ ഒരു മുനിസിപ്പാലിറ്റിയിൽ നിങ്ങൾക്ക് ഇപ്പോൾ തനത് ഫണ്ട് എന്ന് പറയുന്നത് 5.5 കോടിയിലധികം ഉണ്ട്. 2008-09 കണക്കനുസരിച്ചാൽ ഈ തനത് ഫണ്ട് എന്ന് പറയുന്നത് എന്തൊക്കെയാണ്? കടകളിൽ നിന്ന് കിട്ടുന്ന വാടക, വീടുകളുടെ നികുതിയും. പ്രധാനമായും നിരവധി ഷോപ്പിംഗ് കോംപ്ലക്സുകളുണ്ട്. അപ്പോൾ ഈ വാടകയും നികുതിയും ആണ് പ്രധാനമായിട്ടുള്ള തനത് ഫണ്ട്. പിന്നെ പ്ലാൻ ഫണ്ട് സംസ്ഥാന ഗവൺമെൻറ് തരുന്നതാണല്ലേ, അത് ഏകദേശം 3.5 കോടിയിലധികം വരും. അപ്പോൾ ചുരുങ്ങിയത് ഒരു 5-3-8-9 കോടിയിലധികം ഫണ്ടുണ്ട്. അത് പറയാൻ കാരണം ഇപ്പോൾ പല പഞ്ചായത്തുകളിലും ഈ പറഞ്ഞ 50,000-ത്തിലധികം ജനങ്ങളൊക്കെ ഉണ്ട്. ഇതിലും കൂടുതൽ വിസ്തൃതിയുണ്ട്. പക്ഷെ അവരുടെ ഫണ്ട് നോക്കുമ്പോൾ ഇതിൻ്റെ 4 അയലത്ത് അവർ വരില്ല. അപ്പം നിങ്ങൾ പിന്നെ സാമ്പത്തികമായിട്ട് വളരെ പ്രാപ്തിയുള്ള ഒരു കുന്നംകുളം നഗരം എന്ന് കേൾക്കുമ്പോൾ തന്നെയുള്ള ഒരു ഇതുണ്ട്. എന്തെങ്കിലും പറയാനുണ്ടോ? അതായത് കുറച്ച് കാലം മുമ്പ് വരെയും ഏകദേശം തനത് ഫണ്ടിൽ 1 കോടിയിലധികം രൂപ നിലനിന്നിരുന്ന ഒരു നഗരസഭയായിരുന്നു അത്. അപ്പോൾ ഈ പഞ്ചായത്തുകളുടെ കൂട്ടിച്ചേർക്കലോടുകൂടി കുറച്ചൊരു മാറ്റം വന്നിട്ടുണ്ട്. ഇത്രയൊരു സാമ്പത്തിക ഭദ്രതയിലേക്ക് എത്തിയില്ല. കാരണം വികസനം ഒരു പ്രദേശത്ത് കോൺസെൻട്രേറ്റ് ചെയ്യുന്നില്ലല്ലോ, എല്ലായിടത്തേക്കും വ്യാപിച്ചു കൊടുക്കുമ്പോഴത്തേക്ക് അതനുസരിച്ചിട്ട് മാറ്റം വരുന്നുണ്ട്. പ്രതിസന്ധികൾ ഇപ്പൊ നിലനിൽക്കുന്നുണ്ട്. എന്താ നേരത്തെ കൂട്ടിച്ചേർക്കണേക്കാൾ മുമ്പ് ഈ 6 സ്ക്വയർ കിലോമീറ്റർ ചുറ്റളവേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പൊ ഇത്രയും മേഖലയിലെ അവികസിത മേഖലയായിരുന്നു കൂട്ടിച്ചേർത്തത് എന്നുള്ളതുകൊണ്ട് ആ മേഖലയിൽ കൂടി വികസനം കണ്ടെത്തേണ്ട ഉത്തരവാദിത്തം കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് വന്നിട്ടുണ്ട്. പിന്നെ ഈ നഗരസഭയുടെ ഉത്തരവാദിത്തത്തിൽ പെടുന്നതല്ലേ അവിടെയുള്ള സ്കൂളുകളുടെ ഒരു മാനേജ്മെന്റ് പൊതുവിൽ അവിടെ സൗകര്യങ്ങളുണ്ടോ, അവർക്ക് എന്തെങ്കിലും സഹായം വേണോ എന്നുള്ളതൊക്കെ അതിനുവേണ്ടി പ്രത്യേകമായിട്ട് വല്ല ഇടപെടലുകൾ നടത്തിയിട്ടുണ്ടോ? ഞങ്ങൾ ഇവിടെ പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട പ്രോജക്റ്റില് സ്കൂളുകളിലെ ഒരു കായിക പരിശീലനമാണ്. 250ഓളം വരുന്ന കുട്ടികളെ ഞങ്ങൾ തെരഞ്ഞെടുത്തുകൊണ്ട് അവർക്ക് എത്ര സ്കൂളുകളുണ്ട്? 22 സ്കൂളുകളുണ്ട്. 22. അതിന് പുറമെ ഒരു ബ്ലൈൻഡും ഒരു ഡഫ് സ്കൂൾ കൂടി അവിടെ പ്രവർത്തിക്കും, ഗവൺമെന്റ് മേഖലയിലുണ്ട്. ഈ സ്കൂളുകളിൽ നിന്ന് 250ഓളം വരുന്ന കുട്ടികളെ ഞങ്ങൾ തെരഞ്ഞെടുത്ത് താല്പര്യമുള്ള കുട്ടികൾക്ക് സ്പോർട്സ് കൗൺസിലിന്റെ വിദഗ്ധരായ പരിശീലകരുടെ നേതൃത്വത്തിൽ പരിശീലനം നൽകുന്നുണ്ട്. അതൊരു പ്രധാനപ്പെട്ട പ്രോജക്റ്റാണ്. അതോടൊപ്പം തന്നെ വിദ്യാഭ്യാസ മേഖലയിൽ മറ്റു പല പ്രവർത്തനങ്ങളും ഇപ്പോൾ ഗവൺമെന്റ് മേഖലയിലുണ്ടായിരുന്ന പ്രധാനപ്പെട്ട 2 ഹൈസ്കൂളും, ഒന്ന് ബോയ്സ് ഹൈസ്കൂളും ഒന്ന് ഗേൾസ് ഹൈസ്കൂളാണ്. ഇത് രണ്ടും കഴിഞ്ഞ വർഷം 100% വിജയത്തിലെത്താൻ വേണ്ടി കഴിഞ്ഞു. ഞങ്ങൾ സ്പെഷ്യൽ ട്യൂഷനും മറ്റു സംവിധാനം ഉച്ചഭക്ഷണവും ഒക്കെ ഏർപ്പാടാക്കി കൊടുത്തുകൊണ്ടാണ്. അത് ഞാൻ ചോദിക്കാൻ കാരണം ഇപ്പോൾ സ്പോർട്സിന്റെ കാര്യത്തിൽ എടുക്കുന്ന താല്പര്യം വളരെ നല്ല തന്നെയാണ്. പക്ഷെ നമുക്ക് പ്രാഥമികമായിട്ടുള്ള ചില കാര്യങ്ങൾ കൂടി ഉണ്ടല്ലോ. അവർക്ക് എല്ലാവർക്കും വേണ്ട സ്ഥല സൗകര്യങ്ങൾ, കെട്ടിടങ്ങൾ, ഫർണിച്ചറുകൾ, ടോയ്ലറ്റുകൾ ഇവയെല്ലാം ഉണ്ടെന്ന് ഉറപ്പ് വരുത്തിയിട്ടുണ്ട്. ആവശ്യമായ ഫർണിച്ചറുകളെല്ലാം വിതരണം ചെയ്തിട്ടുണ്ട്. സ്കൂൾ ലൈബ്രറികൾക്ക് ആവശ്യമായ പുസ്തകങ്ങൾ ഞങ്ങൾ കഴിഞ്ഞ 2 വർഷങ്ങളായി വിതരണം ചെയ്തു. ആവശ്യമായ ടോയ്ലറ്റും സംവിധാനങ്ങളും ഒക്കെ ആവശ്യത്തിനനുസരിച്ചുകൊണ്ട് സർക്കാർ സ്കൂളുകൾക്ക് ടോയ്ലറ്റിന്റെ കാര്യത്തില് സ്ത്രീ സൗഹൃദ ടോയ്ലറ്റുകൾ സ്കൂളുകളിൽ എത്രയുണ്ട് എന്നുള്ളതിന് പൂരിപ്പിച്ചിരിക്കുന്നത് 1 എന്നാണ്. അത് സാർ ഗവൺമെന്റ് ഗേൾസ് ഹൈസ്കൂൾ ഒരെണ്ണാണ്. അവിടെയാണ് ഈ ഗേൾസ് ഫ്രണ്ട്ലി ടോയ്ലറ്റ് ഒരെണ്ണം കൊടുത്തത്. അപ്പൊ എയ്ഡഡ് സ്കൂളിൽ നിങ്ങൾക്ക് ഇതൊന്നും ചെയ്തു കൊടുക്കാനുള്ള ഉത്തരവാദിത്തം ഭൗതിക സാഹചര്യങ്ങൾ സർക്കാർ സ്കൂളിന് മാത്രമേ ചെയ്യുന്നുള്ളൂ. മറ്റേ മാനേജ്മെന്റ് ചെയ്യാൻ പാടുള്ളൂ എന്നുണ്ട്. അതുകൊണ്ട് സർക്കാർ സ്കൂളിൽ മാത്രമാണ് ഫണ്ട് നമ്മൾ വെക്കുന്നത്. അങ്ങനെ 35 ലക്ഷം രൂപ ഒരു കൊല്ലത്തിൽ നമ്മൾ സ്കൂൾ മേഖലയിലെ സർക്കാർ സ്കൂളുകളുടെ കെട്ടിടങ്ങൾക്കും അതിന്റെ ഫർണിച്ചറിന്റെ കൂടി മാറ്റിവെക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പൊ ബോയ്സ് സ്കൂളിലൊക്കെ തന്നെ ഇക്കൊല്ലം കുറെ മറ്റേ ടോയ്ലറ്റും ഇതൊക്കെ തന്നെ ഇപ്പൊ പണിത് കൊടുത്തു നമ്മൾ. പിന്നെ ഈ അംഗനവാടിയുടെ നടത്തിപ്പ്, എത്ര അംഗനവാടികൾ ഉണ്ട്? അവിടെ അവർക്ക് വേണ്ട സൗകര്യങ്ങൾ ഉണ്ടോ?
48 അംഗൻവാടി ഇപ്പൊ നഗരസഭയിലുണ്ട്. ഓ, അവർക്ക് അതിലൊരു 5-6 അംഗൻവാടികൾക്ക് മാത്രമാണ് ഇപ്പൊ കെട്ടിടം ഇല്ലാത്തുള്ളൂ. ബാക്കിയുള്ളവർക്കൊക്കെ കെട്ടിയിട്ടുണ്ട്. ബാക്കിയുള്ളവർക്ക് ഇപ്പൊ റിപ്പയർ ചെയ്യാനുള്ളതൊക്കെ തന്നെ ഈ കൊല്ലം പദ്ധതിയിൽ ഫണ്ട് മാറ്റിവെച്ചിട്ടുണ്ട്. അത് ഇക്കൊല്ലേ മാറ്റി വെച്ചിട്ടുള്ളൂ. മെയിൻ്റനൻസിന് സാമ്പത്തികമായിട്ട് ഇത്രയും ഫണ്ട് കിട്ടുന്ന ഒരു നഗരസഭയാ കഴിഞ്ഞുപോയി. ഒരു വർഷത്തിനും നമ്മുടെയൊക്കെ എല്ലാ കുടുംബങ്ങളിലും ആദ്യം നമ്മൾ നോക്കുന്നത് കൊച്ചു കുട്ടികൾക്കിടെ അവരുടെ ആവശ്യമാണ് നോക്കുക. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ആവശ്യം കൂടി നമ്മൾ നിറവേറ്റുള്ളൂ അല്ലേ? അത് സാർ 46 ലക്ഷം രൂപ ഒരു കൊല്ലം അംഗൻവാടിക്ക് മാത്രമായിട്ട് മാറ്റിവെക്കുന്നുണ്ട് നമ്മൾ. 46 ലക്ഷം രൂപ അവരുടെ പോഷകാഹാരം എല്ലാം കൂടിയിട്ട്. ഭൗതിക സാഹചര്യം എന്നിട്ടും എല്ലാവർക്കും ആയില്ല. ഭൗതിക സാഹചര്യം ഇനി 4 അംഗൻവാടിക്ക് മാത്രമാണ് സ്ഥലവും കെട്ടിടവും ഉണ്ടാക്കിയിട്ടുള്ളൂ. ബാക്കിയെല്ലാം നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞു. അത് ശരി. എനിക്ക് ആ സ്കൂളുകളിലെ ടോയ്ലറ്റുകളുടെ കാര്യം കേട്ടിട്ട് സഹിക്കുന്നില്ല. ഗവൺമെൻറ് സ്കൂളിൽ മാത്രമേ നിങ്ങൾക്ക് പ്ലാൻ ഫണ്ട് ചിലവാക്കാൻ പറ്റൂ. പക്ഷേ ഇവിടെ തന്നെ മറ്റ് ചില പഞ്ചായത്തുകൾ എയ്ഡഡ് സ്കൂളുകളിലും പഞ്ചായത്തിൻ്റെ ഇടപെടലുകളിലൂടെ കൂടെ ഈ സൗകര്യങ്ങൾ വെച്ചാൽ നിങ്ങളാണ് സ്കൂളുകളുടെ ഉത്തരവാദിത്വം വഹിക്കുന്നവർ. മാനേജ്മെന്റ് സ്കൂളുകളിൽ എല്ലായിടത്തും ഈ മൂത്രപ്പുരകളും സൗകര്യങ്ങളും ഇപ്പൊ നിലവിലുണ്ട്. എയ്ഡഡ് സ്കൂളുകളിലെല്ലാം ആവശ്യത്തിന് സൗകര്യങ്ങളുണ്ട് എന്ന് ഉറപ്പുവരുത്തിയിട്ടുണ്ടോ? ഉറപ്പുണ്ട്. ഈ ഗവൺമെന്റ് സ്കൂളിൽ ഒരെണ്ണേ ഉള്ളൂ എന്നാണ് എഴുതിയിരിക്കുന്നത്. എത്ര കുട്ടികളുണ്ട് അവിടെ? അവിടെ 600ഓളം ഉണ്ട്. അവർക്ക് ഒരു ടോയ്ലറ്റ് മതിയോ? ഒരു ടോയ്ലറ്റ് അല്ല, 24 ടോയ്ലറ്റ് ഗേൾസ് സ്കൂളിൽ ഗേൾസ് ഫ്രണ്ട്ലി ടോയ്ലറ്റ് പണിതിട്ടുണ്ട്. ഒന്നെന്നുള്ളത് ഒരു സമുച്ചയം, ഒരു യൂണിറ്റ്. ഇതാണ് ഒരു സ്കൂളിന് ഒന്നാണ് കണക്കായിട്ട് 24 എണ്ണാണ് ആ സ്കൂളിൽ മൊത്തം പണിതേക്കുന്നത്. ശരി, ആവശ്യത്തിന് ടോയ്ലറ്റുകളുണ്ട്, സമാധാനം. അവിടെ വിദ്യാഭ്യാസത്തിൻ്റെ നിലവാരം മെച്ചപ്പെടുത്താനായിട്ട് ഏത് തരത്തിലുള്ള ഇടപെടലുകളാണ് മുനിസിപ്പാലിറ്റി ചെയ്തിട്ടുള്ളത്? അതിനുവേണ്ടി ആദ്യം തന്നെ ഒരു സർവേ നടത്തി. പല വീടുകളിലും അതിനുവേണ്ടി പോയി. ഏറ്റവും സർക്കാർ സ്കൂളുകളിൽ പഠിക്കുന്ന മേഖലയിലായിരുന്നു വിദ്യാഭ്യാസ നിലവാരം പിന്നിൽ നിന്നിരുന്നത്. അവരുടെ വീടുകളിൽ പോയി എങ്ങനെയാ അവിടെ പുറയിലാണെന്ന് എങ്ങനെയാ കണ്ടെത്തിയത്? റിസൾട്ട് വളരെ മോശമായിരുന്നു. 10ാം ക്ലാസ്സിലെ അങ്ങനെ വീടുകളിൽ പോയി ഇപ്പോൾ പല മേഖലകളിലും ഏറ്റവും നിർധനരായ കുട്ടികളാണ് സർക്കാർ സ്കൂളുകളിലേക്ക് വരുന്നത്. അവർക്ക് ആവശ്യമായ ഭക്ഷണ സൗകര്യങ്ങളില്ല എന്നുള്ളൊരു പ്രശ്നമാണ്. അത് വൈകുന്നേരങ്ങളിൽ സ്പെഷ്യൽ ട്യൂഷൻ ഏർപ്പെടുത്തിയപ്പോൾ അവർക്ക് വൈകുന്നേരങ്ങളിലും ഒരു ചെറിയ ലഘുഭക്ഷണം ആവശ്യമാണെന്ന് തോന്നി. അതൊക്കെ സ്പോൺസർഷിപ്പിലൂടെയും മുനിസിപ്പാലിറ്റിയൊക്കെ സഹായത്തോടു കൂടി ഞങ്ങൾ ഏർപ്പാട് ചെയ്ത് കൊടുക്കുകയും സ്പെഷ്യൽ ട്യൂഷൻ സർക്കാരിൻ്റെ കൂടി ചെറിയ ഫണ്ട് കിട്ടിയപ്പോൾ ആ സ്പെഷ്യൽ ട്യൂഷൻ ഏർപ്പെടുത്തിക്കൊണ്ടാണ് 100% വിജയത്തിലേക്ക് ഈ സർക്കാർ സ്കൂളുകളെ എത്തിക്കാൻ വേണ്ടി കഴിയും. എനിക്ക് മനസ്സിലാകാത്തൊരു കാര്യമുണ്ട്. ശരിക്കും ക്ലാസ് നടന്നാൽ പിന്നെ എന്തിനാ ട്യൂഷൻ? ഞങ്ങൾ പഠിക്കുന്ന കാലത്ത് പഠിക്കാത്ത കുട്ടികൾക്കാണ് ട്യൂഷൻ. ശരിക്കും ക്ലാസ് നടക്കുന്നു എന്ന് ഉറപ്പുവരുത്താൻ മുനിസിപ്പാലിറ്റിക്ക് ആ കാര്യത്തിൽ ഒരു 5ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെ ശരിക്ക് ക്ലാസ് പഠനം നടക്കുകയാണെങ്കിൽ പിന്നെ 10ാം ക്ലാസ്സിൽ ഒരു സ്പെഷ്യൽ ട്യൂഷന്റെ ആവശ്യമില്ല. നമ്മൾ ഇടപെടുന്നത് ഈ അടുത്ത കാലത്താണ്. ഹൈസ്കൂൾ തലത്തിൽ ഒരു സ്പെഷ്യൽ കോച്ചിംഗ് പ്രൈമറി ബേസ് ഇല്ലാത്തതിന്റെ പല പ്രശ്നങ്ങളും നിലനിൽക്കുന്നു. 1ാം ക്ലാസ്സിലും ട്യൂഷൻ കൊടുക്കുന്നുണ്ടോ? ഇപ്പൊ സ്പെഷ്യൽ ഇല്ല. അപ്പൊ 1ാം ക്ലാസ്സിൽ പഠിത്തം ശരിക്കും നടക്കുന്നു എന്ന് ഉറപ്പുവരുത്തുന്നുണ്ടോ? ഇപ്പൊ എല്ലാ സ്കൂൾ ക്ലാസ്സുകളിലും പഠനം കൃത്യമായി നടക്കുന്നുണ്ട് എന്നുള്ളത് നഗരസഭ ഇടയ്ക്ക് അധ്യാപകരെ തന്നെ യോഗം വിളിച്ചു ചേർത്തുകൊണ്ട് ഇടപെടൽ നടക്കും. ഈ ഓരോ വർഷവും കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ നിർദ്ദേശത്തിൽ പ്രഥം എന്ന് പറഞ്ഞൊരു ഏജൻസി ഇന്ത്യയിൽ വിദ്യാഭ്യാസ നിലവാരത്തെപ്പറ്റി സർവേ നടത്തുന്നുണ്ട്. അതനുസരിച്ച് ഈ 3ാം ക്ലാസ്സിലെത്തിയ കുട്ടികൾക്ക് പോലും 1ാം ക്ലാസ്സിലെ കുട്ടികളുടെ അവരുടെ പാഠം വായിക്കാൻ കഴിയുന്നില്ല. ഏതാണ്ട് 25-30% കുട്ടികൾക്ക് എന്നാണ്. കേരളത്തിലും പ്രശ്നമുണ്ട്. കണക്കിൻ്റെ കാര്യത്തിലുണ്ട്, ഭാഷയുടെ കാര്യത്തിലുണ്ട്. അത്തരം ടെസ്റ്റുകൾ നമ്മുടെ ക്ലാസ്സുകളിൽ നടത്തി പഠനത്തിൽ പിന്നോക്കം നിൽക്കുന്നവർ ആരാണ്, എന്തുകൊണ്ട് അങ്ങനെ വരുന്നു, ഇത്തരം കാര്യങ്ങളെപ്പറ്റി പഠനം നടത്തുന്നുണ്ടോ നിങ്ങൾ? ഇപ്പോൾ അതാ സാർ, ഞങ്ങൾ സ്കൂളുകളിൽ ഈ ഈവനിങ് കോച്ചിങ് ആരംഭിച്ചത് ഇത്തരം പിന്നോക്കം നിൽക്കുന്ന കുട്ടികളെ കണ്ടെത്തിക്കൊണ്ട് അവർക്കാണ് സ്പെഷ്യൽ കോച്ചിങ് കൊടുക്കുന്നത്. അത് ചെയ്യണം. ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ക്ലാസ്സിൽ എന്തുകൊണ്ട് കുട്ടികൾ പിന്നോക്കം പോകും? അവരെ പിന്നോക്കാവസ്ഥയാണ്. ഒന്ന്, അവരെ വീട്ടിലത്തെ ചിലൊരവസ്ഥ, വീട്ടിലെ അച്ഛനും അമ്മയൊക്കെ തന്നെ പണിക്ക് പോവുക, അവർ വേണ്ടത്ര ശ്രദ്ധിക്കാതിരിക്കുക, അതൊക്കെ തന്നെ ഞങ്ങൾ കണ്ടെത്തി. പിന്നെ അവർക്ക് ആവശ്യമായ യൂണിഫോം ഉണ്ടായിരുന്നില്ല, കുറെ സാമ്പത്തിക പ്രശ്നത്തിന്റെ പേരിൽ. അപ്പൊ അവർക്ക് ആവശ്യമായ യൂണിഫോം കൊടുത്തു, പുസ്തകം കൊടുത്തു, കൊട കൊടുത്തു. പിന്നെ അവർക്ക് ആവശ്യം എല്ലാ സൗകര്യങ്ങളും നമ്മൾ ചെയ്തു കൊടുത്തിട്ടാണ് ഇപ്പോൾ ഈ സർക്കാർ സ്കൂളുകൾ ഞങ്ങൾ നിലനിർത്തി കൊണ്ടുപോകുന്നത്. ഈ സർക്കാർ സ്കൂളുകളിലെ എണ്ണം കുറയുന്ന പ്രശ്നമുണ്ടോ? ഇപ്പോൾ കൂടുതലാണ്. കഴിഞ്ഞ വർഷങ്ങളെ അപേക്ഷിച്ച് വിദ്യാർത്ഥികളുടെ എണ്ണം ഈ 2 സർക്കാർ ഹൈസ്കൂളുകളിലും കഴിഞ്ഞ പ്രാവശ്യം 40 കുട്ടികൾ കൂടുതലാണ്. അതൊരു നല്ല ലക്ഷണമാണ്. അതാണ് ഇതിൻ്റെ ഒരു ഇൻഡെക്സ് ആയിട്ട് എടുക്കാവുന്നത്. കാർഷിക മേഖലയിൽ, വിശേഷിച്ചും നെല്ലിൻ്റെ മേഖലയിൽ നിങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്ന നേട്ടങ്ങൾ വളരെ കൊള്ളാം. പക്ഷേ എനിക്ക് വേറൊരു കാര്യത്തിലാണ് ചോദിക്കാനുള്ളത്. ഞങ്ങളിവിടെ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി കേരളത്തിലെ പഞ്ചായത്തുകളുടെ കാർഷിക മേഖലയുടെ
കാര്യങ്ങളിങ്ങനെ കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അതിൽ നിന്ന് വിളിച്ച